അല്ല പാറു, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണം പെണ്ണിന്റെ വീട്ടിലാണെന്നല്ലേ പറയാ? അങ്ങനെ നോക്കുമ്പോ പാറുവും ഗിരിയേട്ടനും ഇന്ന് പടനിലത്ത് പോവേണ്ടതായിരുന്നു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓണം ഇപ്പൊ അവിടെ ആയാലും ഇവിടെ ആയാലും ഒരേപോലെ തന്നെ അല്ലേ? മനസ്സിന്റെ സന്തോഷല്ലേ പ്രധാനം. ഏട്ടത്തിയമ്മ ഇവിടെ നിൽക്കുന്ന തന്നെയാ ഞങ്ങൾക്ക് സന്തോഷം. ഈ വർഷം ഏട്ടത്തിയമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ തകർക്കും. അതൊക്കെ നമുക്ക് തകർക്കാം. കൊള്ളാലേ പൂക്കളം, സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. മുഖവരെയൊന്നും വേണ്ട, പറയാനുള്ളത് പറഞ്ഞിട്ട് പോ. ഗിരിയുടെയും പാറുവിന്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ ഇത്? അവരെ നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കണ്ടേ? ഭാര്യയും ഭർത്താവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഓണം ആഘോഷിക്കാനും സദ്യ എല്ലാം വെച്ചു കൊടുക്കാനും ഒക്കെ. എടി പെണ്ണെ, എന്റെ നിന്റെ സമ്മതത്തോടെയാണോ അവർ ഒളിച്ചോടി പോയത്? ഇന്ദ്രന്റെ കൂടെ കതിർമണ്ഡപത്തിൽ ഇരിക്കേണ്ടവളെ പോലീസ് പിടിച്ചോണ്ട് വരുന്നു. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടത് ഞാൻ മാത്രമല്ല, നീയും കൂടെ അല്ലേ? അവനും അവളും ഉണ്ടാക്കിയ കളങ്കം തേച്ചാലും മാറ്റാലും മായൂല. എല്ലാം കഴിഞ്ഞില്ലേ? എന്ത് കഴിഞ്ഞു? ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഞാൻ. അത്രയ്ക്കൊണ്ട് എന്റെ മനസ്സില് അത് മാഞ്ഞു പോണെങ്കിലേ അവനും അവളും പിരിയണം. പിണങ്ങിയെങ്കിൽ അങ്ങനെ, ചത്തുളങ്ങുമെങ്കിൽ അങ്ങനെ. ഇനി കയ്യകലത്ത് വന്ന് മോളുടെയും മരുമോന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിച്ചാ പല്ലടിച്ച് ഞാൻ തറയിലിടും. എന്റെ മുന്നിൽ നിന്ന് രാവിലെ ഓരോന്ന് വന്നോളും. എന്താച്ചാ? അവൾക്ക് ഓണം ആഘോഷിക്കാനേ മോളെയും മരുമോനെയും വിളിക്കണമെന്ന്. പിന്നെ മോളും മരുമോനും അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഊട്ടണമെങ്കിലേ പത്മനാഭൻ രണ്ടാമത് ജനിക്കണം. അച്ഛൻ വളരെ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ ചെയ്യുന്നത് മണ്ടത്തരാണ്. അച്ഛാ, ഒരു തരത്തിലും നമുക്ക് ഗിരിയെ പിണക്കാൻ പറ്റില്ല. ആ 150 ഏക്കർ സ്ഥലം വാങ്ങിയെടുക്കും വരെയെങ്കിലും. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി സദ്യ കൂട്ടണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ആ അതെ, നമ്മൾ എന്ത് വാശി കാണിച്ചാലും എല്ലാവരുടെയും കണ്ണില് അച്ഛന്റെ മരുമകനാണ് ഗിരി. അവരുടെ ആദ്യത്തെ ഓണമായിട്ട് അച്ഛൻ സഹകരിച്ചില്ലെങ്കിൽ ആളുകൾ പലതും പറയും. അത് അച്ഛന്റെ ഇമേജിനെ ബാധിക്കും. അച്ഛ അവരെ ഇങ്ങോട്ട് വിളിക്കുകയല്ല, നമ്മൾ അങ്ങോട്ട് പോണം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവരോടൊപ്പം നമ്മൾ ഓണം ആഘോഷിക്കണം. വെറുതെ ഒന്ന് അഭിനയിച്ച 150 ഏക്കറാ കയ്യിൽ വരാൻ പോകുന്നത്. അത് മറക്കണ്ട. അച്ഛൻ ആലോചിക്ക് എന്താണോന്ന്. ആ ഇന്ദ്രൻ, ഇവനെ എന്തിനാണോ വിളിക്കുന്നത്? ആ ഇന്ദ്ര പറ. എന്റെ ഓണം മൊത്തത്തിൽ കൊളാക്കിയിട്ട് നിങ്ങള് കുടുംബക്കാരെല്ലാരും കൂടി ഓണം ആഘോഷിക്കുവാണല്ലേ? എടാ, ഞങ്ങൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കായിരിക്കും. പക്ഷേ ഞാൻ നിനക്ക് തന്ന വാക്ക് അതങ്ങനെ തന്നെ ഇരിക്കും.